പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ കൃപ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മേ ബി നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് എല്ലാ കൊല്ലം ഓരോ ഇൻവിറ്റേഷനുമായിട്ട് പോരും. ഒരു ദൈവനിയോഗം, അത്രേ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഗ്ലാഡ് വിൻ ഓൾറെഡി ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞല്ലോ. കർത്താവ് സഹായിക്കട്ടെ, നമ്മുടെ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായി നടക്കട്ടെ, അതോർത്ത് പ്രാർത്ഥിക്കുന്നു. ദ തിങ് ഈസ് coordination, not that easy, to be frank. It's not easy. It's a lot of struggle, a lot of pain. പിന്നെ ഒപ്പം നിൽക്കുന്ന ഫാമിലിയും എന്ത് പൊട്ടത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്തൊരു ചർച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്ന് പോകുന്നതാണ്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ എൻ്റെ മനസ്സിൽ ദൈവം നൽകിയ ഒരു വചനത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു പോകാം. 2 Corinthians chapter 11 and verse 3. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. Amen. Those who don't know Malayalam, I'll try my best to mix it up. ഇപ്പം ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയാണ് പ്രസംഗിച്ച് പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത് പറയാം. സ്റ്റിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് നമുക്കൊക്കെ ഫെമിലിയറായൊരു വേഴ്സാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പേടിക്കുന്ന കാര്യം ആ ചർച്ചിലുള്ളവരോട് പറയുകയാണ്, ഈ സഭയോട് പറയുകയാണ്, ആത്മനിറവുള്ള സഭയോട് പറയുകയാണ്, അന്യഭാഷ കൂടിപ്പോയിട്ടൊന്ന് കൺട്രോൾ ചെയ്യണേന്ന് പറഞ്ഞ സഭയോട് പറയുകയാണ്, ഞാൻ പേടിക്കുന്ന കാര്യം നിങ്ങളുടെ അന്യഭാഷ നിന്നു പോകുമെന്നോ നിങ്ങളുടെ കൃപാവരങ്ങൾ നഷ്ടമാകുമോ എന്നുള്ളതല്ല. എൻ്റെ ഭയം നിങ്ങളിൽ നിന്ന് ഈ 2 കാര്യം നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. വൺ ഈസ് നിങ്ങളുടെ സിംപ്ലിസിറ്റി, സെക്കൻഡ് വൺ യുവർ ഡിവോഷൻ. കേൾക്കാൻ എളുപ്പമുണ്ട്, പക്ഷേ അന്ന് പൗലോസ് ഭയന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുകയാണ്. നമുക്കുണ്ടായിരുന്ന 2 കാര്യങ്ങൾ, നമ്മളിൽ എടുത്തു പറയാൻ പറ്റിയ 2 കാര്യങ്ങൾ, നമ്മളിലുണ്ടായിരുന്ന സിംപ്ലിസിറ്റി, നമ്മളുണ്ടായിരുന്ന ഡിവോഷൻ, സമർപ്പണം, ഭക്തി കൈവിട്ടു പോയോ എന്നൊരു തോന്നൽ. ഇവിടെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്നല്ല പൗലോസ് പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇത് നഷ്ടപ്പെടുമെന്ന്. ദാറ്റ് മീൻസ് ആ സഭയ്ക്ക് അന്ന് അതുണ്ട്, പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഐ ആം വെരി മച്ച് വറീഡ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ കൃപാവരം, പ്രവചനവരം നിന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്ന പുള്ളി എങ്ങും എഴുതിയിട്ടില്ല. പ്രവചിച്ചോളാനാ പറഞ്ഞു, നല്ലതൊക്കെ എടുത്തോളാനാ പറഞ്ഞത്. അത് നിന്നാലും നിന്നില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. വേണം, ദൈവസഭയ്ക്കകത്ത് എല്ലാ കൃപാവരങ്ങളും ഉള്ളവരുണ്ടാകും, നല്ലതാ. അപ്പോൾ ദ തിങ് ഈസ്, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സിംപ്ലിസിറ്റിയും നിങ്ങൾക്കിപ്പോൾ ഉള്ള ഡിവോഷനും നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതാണൊരു പാസ്റ്റർക്ക്, ഒരു ദൈവദാസന്, സഭയെക്കുറിച്ച് ഭാരമുള്ള ഒരു ദൈവദാസന് ഇത് തോന്നാനുള്ള കാരണം. വൈ ഹി അഡ്രസ് ദാറ്റ് ഇഷ്യൂ when it comes to the last part of that letter, saying that what's happening. അതും എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം, ഒരു എക്സാമ്പിൾ കൊടുത്തോണ്ടാണ്. ബൈബിളിൽ നിന്നുള്ള ഒരു ഭാഗത്തെ കോട്ട് ചെയ്തിട്ടാണ് പുള്ളി പറയുന്നത്. ആ എക്സാമ്പിൾ അവിടെ നോക്കിയേ. ആ എക്സാമ്പിള് അവിടെ കൊടുത്തിരിക്കുന്നത് ഈവിനെ കോട്ട് ചെയ്തിട്ടാണ്. സാത്താൻ ഹൗവയെ ചതിച്ചതുപോലെ. സിംപ്ലിസിറ്റിയും ഡിവോഷനും സാത്താൻ ഹൗവയെ ചതിച്ചത് നിങ്ങൾ എന്താ ഒരു കണക്ഷൻ കിടക്കുന്നത്? ഇതന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നേ, സാത്താൻ ഹൗവയെ ചതിച്ചതുപോലെ
നിങ്ങളിലുള്ള സിംപ്ലിസിറ്റിയും നിങ്ങളിലുള്ള ഡിവോഷനും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഇതിപ്പം നമുക്ക് നല്ലോണം മനസ്സിലാവുമെന്നാണ് തോന്നിക്കുന്നത്. ഞാനിവിടെ വന്നത് കണ്ടപ്പോൾ ആക്ച്വലി കുറേ കാലം ഞങ്ങൾ ഇതുപോലെ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ആരാധിച്ചവരാണ്. സോ ഇന്നലെ ഞങ്ങൾ ഒരു ചർച്ചിൽ പോയ സമയത്ത് ഞാനിത് കണ്ടപ്പോൾ ഞങ്ങളുടെ പഴയ സമയങ്ങളെ ഞങ്ങളിങ്ങനെ ഓർത്തു. ഒരു ചർച്ച് ഇന്നിപ്പോൾ ഈ ആരാധന ഇവിടെ ഇങ്ങനെ നടക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്ത് എത്ര പേരുണ്ടാവും നീ ആലോചിക്കും. ഈ ഒരു ജിമ്മെന്നുള്ള ഈ ഫെസിലിറ്റി മാറ്റി ഇതിന് ആരാധന ആലയം പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് എല്ലാം രാവിലെ സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നിക്കുന്നു. അല്ല അല്ലേ? ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഞങ്ങളിതെല്ലാം ചുമന്നുകൊണ്ട് പോയി വണ്ടിയെ സൺഡേ മോർണിംഗ് ഇത് മുഴുവൻ വണ്ടിയെ ലോഡ് ചെയ്ത്, എത്ര സ്പീക്കേഴ്സാണ്, ഫീഡ്ബാക്ക് മാത്തും ഇതും ഒക്കെ ആയിട്ട് ട്രിപ്പ് അടിച്ച് ലോഡ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് 3 hours വർഷിപ്പ് കഴിയുമ്പോൾ ഇതെല്ലാം അഴിച്ചു പറക്കി തിരിച്ച് ലോഡ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്നിനും കുറവ് വരുത്തത്തില്ല, ഇത് ഗംഭീരമാക്കാൻ നമ്മൾ. പക്ഷേ ഇതിനു വേണ്ടി ത്യാഗപൂർണ്ണമായിട്ട് നിന്ന് കുറേ സഹോദരങ്ങളുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള. അവരൊക്കെ രാവിലെ 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തും, ബസ് പിടിച്ചും ഒക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു സഹോദരൻ രാവിലെ 6 മണിക്ക് തണുപ്പത്ത് വന്ന് വീട്ടിലോട്ട് കയറാൻ തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ വാതൊക്കെ മറിഞ്ഞടിച്ചിട്ട് ഐസേ തെറ്റി വീണ് കൈയൊടിഞ്ഞ് ഞായറാഴ്ച വെളുപ്പിനെ പുള്ളിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും സമർപ്പണം, ത്യാഗപൂർണമായ മനോഭാവം ഒക്കെ ഉള്ളതാണ് ഒരു ദൈവസഭ. ഞങ്ങളുടെ ചർച്ച തന്നെയാണ് ഇന്നത്തെ ലെവലിലോട്ട് മാറാൻ കാരണമായി ഭവിച്ച ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ ഡിവോഷനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച രാവിലെ 10 അങ്ങ് ചെന്ന് അവിടെ എല്ലാം റെഡിയാണ്, അപ്പോഴത്തേക്ക് റെഡി ടു ഗോ. ഇന്ന് ഓൺ ചെയ്ത് ഇച്ചിരി ഫീഡ്ബാക്ക് ഇച്ചിരി ഇത് എന്നൊക്കെ പറയുന്നതോടുകൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞു, സഭായോഗം സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ് അവിടെ. സോ തിങ്സ് ഓക്കെ. ബട്ട് ഐ വാസ് തിങ്കിങ്, ഇന്നലെ ഇന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരു കാലത്ത് കൂടെ ത്യാഗമനോഭാവത്തോടെ നിന്ന സഹോദരന്മാരാണല്ലോ ചർച്ചിന് ബലം. ബട്ട് തിങ്സ് ചേഞ്ച്. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ചോദിച്ചു നോക്കി, ഒരിക്കലുണ്ടായിരുന്ന സിംപ്ലിസിറ്റി ആണോ ഡിവോഷനാണോ ഇന്ന് നമുക്കുള്ളത്? ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ കുറഞ്ഞു തുടങ്ങുന്നുണ്ടോ? നമുക്ക് കുറച്ചുകൂടെ കാനഡ ആകുമ്പോൾ ഈസി ആയിട്ട് അത് റിലേറ്റ് ചെയ്യാമല്ലോ. സിംപ്ലിസിറ്റി എന്ന വാക്കിന് തന്നെ അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മുടെ അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വി ആർ ഗ്രോയിങ്, അത് വരണം. ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോരായ്മ വന്ന പാസൊക്കെ ആണ് അതിൻ്റെ കുഴപ്പം, ഇല്ലേ? ദൈവമക്കളുടെ ഭൗമിക നിലവാരത്തിലുള്ള ഉയർച്ചയും അനുഗ്രഹവുമാണ് ഒരു സഭയുടെ വളർച്ച എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും. അതിലെന്തെങ്കിലും കുറവ് വന്നാൽ പാസ്റ്ററുടെ പ്രാർത്ഥന കുറവായിട്ടൊക്കെ വരും. എന്നതുകൊണ്ട് വി പ്രേ ഫോർ യു സോ ദാറ്റ് യു വിൽ ബി ബ്ലസ്ഡ്. ബട്ട് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് ഭൗമിക മേഖലയുള്ള ഉയർച്ചയും റിയലി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? സിംപ്ലിസിറ്റിയാണ്. നമ്മുടെ ആ മനോഭാവത്തിലെ മാറ്റം. ഇറ്റ്സ് എ ഗ്രാജുവൽ തിങ്, ഇറ്റ്സ് എ സ്ലോ തിങ്, വി ഡോണ്ട് ഈവൻ നോട്ടീസ് ഇറ്റ്. അതാണ് എൻ്റെ സത്യം. ഈ മറ്റേത് പാപമൊക്കെ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് മനസ്സിലാകും. ഞാൻ ഇച്ചിരി താഴോട്ട് പോയി, എൻ്റെ പ്രാർത്ഥന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൊടുക്കുന്ന കാര്യത്തിൽ ഇച്ചിരി കുറവൊക്കെ വന്ന്, ഇതൊക്കെ മനസ്സിലാവും. ഈ സിംപ്ലിസിറ്റി പോകുന്ന വഴി അറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. നമ്മളോട് ചോദിച്ചാൽ ഞാൻ ഇന്നും പഴയ ആളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ബട്ട് വി ചേഞ്ച് എ ലോട്ട്, അല്ലേ? അല്ലേ? നമ്മുടെ ശിവയോടൊക്കെ ചോദിക്കുക, പണ്ട് എക്സാമിന് പഠിക്കുന്ന കാലത്തെ സിംപ്ലിസിറ്റി ഒക്കെ ആണോ ഇപ്പം ഫാർമസിസ്റ്റും മാനേജറൊക്കെ ആണെന്ന് തോന്നിക്കുന്നു? ആണെങ്കിൽ മനോഭാവത്തിൽ വന്ന ഞാനൊരു ഫാർമസിസ്റ്റ് ആട്ടോ, ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദിസ് ഈസ് ഹാപ്പനിങ് ആൻഡ് ദിസ് ഈസ് ഡേഞ്ചറസ്. ഏറ്റവും അപകടകരമായ കാര്യം ദൈവമക്കളിൽ നിന്ന് ഈ എളിമ മനോഭാവത്തെയും അവരുടെ സമർപ്പണത്തെയും നഷ്ടപ്പെടുന്നു എന്ന് തോന്നൽ. ഒരു സമയത്ത് ഈ സ്പീക്കറും ഈ സാധനങ്ങളൊക്കെ ചുമ്മാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരുവർ, ചിലരെങ്കിലും ഒരല്പമെങ്കിലും പുറമോട്ട് പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പാസ്റ്റർമാർക്ക് മനസ്സിലാവും. ചിലരെങ്കിലും ചോദിക്കാറില്ല, ഇത് എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണോന്ന്. എന്തേ ഇന്ന ബ്രദറിന് പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊരു ബ്രദറിന് പറ്റാത്തതിൻ്റെ അല്ല, എൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു പോരായ്മ അവിടെ വന്നു എന്ന് ഞാൻ ചിന്തിക്കൂ. ആര് ചെയ്താലും ചെയ്തില്ലേലും ഇത് ദൈവം എനിക്ക് തന്ന കമ്മിറ്റ്മെൻ്റ് ആണ് എന്ന ബോധ്യമാണ് ഡിവോഷൻ, സമർപ്പണം. അത് നഷ്ടമാകുന്ന വഴി അറിയില്ല.
ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് അറിയാമോ? സഭയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. പ്രവചിക്കുന്ന ഒരാൾ പോലും ഈ ആലയത്തിനകത്തില്ലെങ്കിലും ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ എളിമയും ഭക്തിയും നഷ്ടപ്പെടുമ്പോൾ അത് ദൈവസഭയുടെ വളർച്ചയല്ല, ദൈവസഭയുടെ പുറമോട്ട് പോക്കും തളർച്ചയുമാണ് സംഭവിക്കുക. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുക, there is a problem. There's a problem. I'm not worried about other things. I'm not worried about the spiritual gifts. I'm not worried about your activity. I'm worried that your devotion is being lost. So this is important. ഒന്ന് ചിന്തിച്ചു പോയി. ഞാൻ ശാന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇത് തൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഭയമായി താൻ പറഞ്ഞിട്ട് താൻ വിളിച്ചു പറയുന്നൊരു കാര്യം, സാത്താൻ ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇതാണ് പുള്ളി ഈ ഒരു കാര്യത്തിന് റിലേറ്റ് ചെയ്ത് കൊടുത്ത ഉദാഹരണം. ദാറ്റ്സ് എക്സാമ്പിൾ ഹി യൂസ് ഫ്രം ജെനസിസ് ചാപ്റ്റർ 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എന്താ അവിടെ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് പോലും എവറിബഡി നോസ് വാട്ട് ഹാപ്പൻ. എന്താ അവിടെ സംഭവിച്ചത്? ഒന്ന്, പിശാചി ചെന്നിട്ട് ഹവ്വയോട് പറയുക, ചോദിക്കുക, ഈ ഫലം തിന്നരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സി, നമ്മൾ ആ ഫാമിലി ഒന്ന് എടുത്തേ. ആ ഒരു ഫാമിലി, ഇറ്റ്സ് എ സ്മോൾ ഫാമിലി, 2 പേര്, ഹസ്ബൻഡും വൈഫും, ദൈവം ഉണ്ടാക്കി കൊടുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോട്ടത്തിൽ ദൈവം കൊടുത്ത റെസിഡൻസിൽ പാർക്കുന്ന നല്ലൊരു കുടുംബം, നല്ല ആത്മീകം. അവരെ പോലെ ആത്മീകരായ വേറൊരു ഫാമിലിയെ നമുക്ക് ബൈബിൾ എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ദ ബെസ്റ്റ് ഫാമിലി, ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റി. വഴക്കൂടാൻ പോലും ആരുമില്ല, വേറൊരാളോട് ഇല്ല, അങ്ങനെ പോലും ഒരു സാധ്യതയില്ല. അതിലും നല്ലത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, രാവിലെയും വൈകിട്ടും ദൈവം ഇറങ്ങി വരും. They spend lot of time with him. രാവിലെയും വൈകിട്ടും ഇവർ 2 പേരും ദൈവത്തിൻ്റെ കൂടാണ്. ഇതേപോലെ നല്ലൊരു സിറ്റുവേഷനുള്ള വേറൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ്, ബ്ലെസ്ഡ് ഫാമിലി, ബ്ലെസ്ഡ് ഫാമിലി, സ്പിരിച്വലി ദ ടോപ്പ്. അവരെ പിശാചിന് ചതിക്കാൻ പറ്റിയെങ്കിൽ നമ്മളെല്ലാവരും വൾണറബിൾ ആണ്. അത്ര ഓർത്തോണ്ട് പിശാച് ഹവ്വയുടെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ചിലത് അവിടെ ആ ഭാഗത്തുണ്ട്, നിങ്ങൾ പിന്നെ വായിച്ചോളൂ. സി, അവിടെ ചോദിച്ച ചോദ്യം, ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സി, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്, ക്വസ്റ്റ്യനിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെയും ദൈവത്തിൻ്റെ വാക്കിനെയും ചോദ്യം ചെയ്യുന്ന ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. പിശാച് അങ്ങനെയാണല്ലോ. അല്ല, പിശാച് ഒരു വ്യക്തിയെ പോലെ വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടെന്ന് പറയുള്ളൂ. പക്ഷേ ഇത് മൈൻഡിൻ്റെ പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ മനസ്സിനെ, അതാണല്ലോ 2 Corinthians 11:3 പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നത്തെയാണ് ഈവനോട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചത്. ഇൻ ഹർ മൈൻഡ് പിശാച് ചോദിക്കുന്ന ചോദ്യം, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Is it there in the Bible? Is it true? That question. പലപ്പോഴും ഇതാണ് ദൈവാലോചനയെ, ദൈവവചനത്തെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള ഒരു ചിന്ത പിശാച് മനസ്സിൽ കൊണ്ടുവരിക. ക്വസ്റ്റ്യനിങ് ഗോഡ്സ് വേർഡ്. നമ്പർ 2, ബിലീവിങ് ലൈസ്. ആ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും പിന്നീടുള്ള ആക്ഷൻ്റെയും ഏറ്റവും നല്ല പ്രസൻറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഷീ ബിലീവ്ഡ് വാട്ട് ഹി സെഡ്. പിശാച് എന്ത് പറഞ്ഞോ അത് എൻ്റർടൈൻ ചെയ്തു, അത് വിശ്വസിച്ചു, അതിനെ ബേസ് ചെയ്ത് പുള്ളിക്കാരി സ്റ്റെപ്പും വെച്ചു. That's what it happened. So she believed. വചനത്തിനു വിരോധമായി വചനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ദൈവത്തിൻ്റെ വാക്കിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളെ എൻ്റർടൈൻ ചെയ്യുകയും ദൈവവചനത്തിനു വിരോധമായത് വിശ്വസിക്കുകയും ചെയ്യുന്നത് ദൈവസഭയ്ക്ക് നല്ലതല്ല. അതിന് ഈ പാസ്സാണേലും ഞാനാണേലും
questioning God's word. That's the biggest mistake. Believing lie. That's another bigger mistake. വിശ്വസിക്കരുത്. കള്ളം പ്രചരിപ്പിക്കുന്നത് പിശാചിന്റെ പദ്ധതിയാണ്. Don't believe in that. Don't take action based on that. അത് സഭയ്ക്ക് നല്ലതല്ല. അത് ആരെക്കുറിച്ചാണേലും ആരാണേലും എന്താണേലും അങ്ങനെയല്ലേ? ഒരു ദൈവസഭയ്ക്കകത്ത് നമ്മുടെ മനസ്സാക്ഷിയെ, നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്ക നിലയിൽ ശത്രു കൊണ്ടുവരുന്ന കള്ളത്തിന്റെ വാക്കുകൾ ദൈവമക്കൾ വിശ്വസിക്കരുത്. അത് നമുക്ക് ദൈവത്തോടുള്ള ഭക്തിയെ എടുത്തു കളയുന്ന ഘടകമാകും. അത് പാസ്റ്ററെ കുറിച്ചായാലും കൂട്ടുവിശ്വാസിയെ കുറിച്ചായാലും എന്നെ കുറിച്ചായാലും വേറൊരാളെ കുറിച്ചായാലും. ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. കള്ളം പിശാചിന്റെ ഒരായുധമാണെന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് പറ്റണം. ഡോണ്ട് എന്റർടൈൻ ദാറ്റ്. നോ. എൻ്റെ അടുത്ത് കള്ളം പറയുന്നത് ഞാൻ എന്റർടൈൻ ചെയ്യില്ല. ഞാൻ എന്റർടൈൻ ചെയ്യില്ല. That's one thing. ദൈവഭക്തിയെ എടുത്തു കളയുന്ന ഘടകം ഇവിടെ പാട്ട് പാടുന്ന സഹോദരന്മാരുടെ പാട്ടിൻ്റെ മികവിനെ ബേസ് ചെയ്തിരിക്കുമല്ല. അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവർ പാടും, നിങ്ങൾ ആരാധിക്കും. പക്ഷെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ഭക്തിയുടെ ഘടകം ഇരിക്കുന്നത് ഇവരുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിരിക്കുമല്ല. നിങ്ങളെ പോരാടുന്ന പിശാചിന്റെ തന്ത്രം നിങ്ങളുടെ ഭക്തിയെ എടുത്തു കളയുന്നത് പിശാച് ചെവിയിൽ ഓതുന്ന കള്ളമാ. അതിനൊരു പാസ്റ്റർ പറഞ്ഞാൽ പോലും ഡോണ്ട് ടേക്ക് ഇറ്റ്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമത്തിൽ നമ്മുടെ ഭക്തന്മാർ പാസ്റ്റർ എന്ത് പ്രസംഗിച്ചാലും, ഇന്ന് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഈ ഭാഗം എന്ന് പറയുമ്പോൾ that means relating. Go home, read the verse again to see. നമ്മുടെ പാസ്റ്റർ ഇന്റർപ്രറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ട ആത്മീയ പക്വത നമുക്കുണ്ടല്ലോ, ഉണ്ടാകണം. എങ്കിലേ ചോദ്യം ചോദിക്കുമ്പോൾ ഓർത്തു ഇരിക്കത്തുള്ളൂ. ഇത് കേട്ടു നമുക്കൊരു ഇമോഷൻ ഉണ്ടായ കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നോ, അത് പ്രയോജനപ്പെടുന്നില്ല. നമ്മുടെ തലയെ കൈവച്ച് കുറേ ഭൗതികതയൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞ് നമ്മളെ അങ്ങ് ഇമോഷണലാക്കി. നോ. തമ്പുരാൻ അറിഞ്ഞും ദൈവം അനുവദിക്കുന്നു മതിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊന്നും കൊണ്ട് പൊങ്ങിച്ചാടത്തൊന്നുമില്ല. They'll see who are the person is, who are the pastor is, who are the preacher is. അതൊന്നുമല്ല നമ്മുടെ വിഷയം. തമ്പുരാൻ എനിക്ക് അനുവദിക്കുന്നത് മതി. That's the thing. ഇത് സഭയെ ഇന്നും ബാധിച്ചുകൊണ്ടിരിക്കുക. കള്ളങ്ങളിലൂടെ ദൈവമക്കളെ സ്വാധീനിക്കാൻ ആൾക്കാർ, വ്യക്തികൾ, നേതൃത്വം, ലീഡർഷിപ്പ്, പാസ്റ്റേഴ്സ് ശ്രമിക്കുമ്പോൾ ദൈവസഭ തിരിച്ചറിയണം, എൻ്റെ ഭക്തിക്ക് പ്രയോജനമുള്ളത്, എൻ്റെ ഭക്തിക്ക് വർധനമുണ്ടാകുന്നത്, എൻ്റെ സമർപ്പണത്തിന് വലിപ്പമുണ്ടാക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാവൂ. ഡോണ്ട് എന്റർടൈൻ ലൈ. പറ്റിപ്പോയതാ. നല്ല കുടുംബമായിരുന്നു, രാവിലെയും വൈകിട്ടും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നോണം വലിയ കാര്യം എന്താ ഉള്ള ജീവിതത്തിൽ? ഒന്ന് നിന്ന് ചോദിക്കേ. Another thing, നമ്മൾ ഈ കാര്യം ഈ ഹവ്വയോട് സാത്താൻ പറയുമ്പോൾ പറഞ്ഞ കാര്യം ദൈവവചനത്തിന് വിരോധമായിട്ട് താൻ പറയുക. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ മരിക്കത്തില്ല. ദൈവം പറഞ്ഞു മരിക്കുമെന്ന്. സാത്താൻ പറയാൻ മരിക്കത്തില്ല. നോ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് ഗോഡ് സെഡ്. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളിത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടും. അപ്പം അതിൻ്റെ അർത്ഥം ദൈവം എന്തൊക്കെയോ നിങ്ങൾക്ക് പിടിച്ചു വെച്ചേക്കാം, നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെച്ചേക്കാം. അതാ, നിങ്ങൾക്ക് തരാതെ ദൈവം ചിലത് പിടിച്ചു വെച്ചേക്കാം. That's what. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ അറിയാമോ? ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആളായിരുന്നില്ല.
ദൈവം ചിലതൊക്കെ പിടിച്ചു വെച്ചേക്കാം, ദൈവം ചിലതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ടായത് പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് എൻ്റെ നിത്യതയും എൻ്റെ അനുഗ്രഹമാണെന്ന് പല ദൈവപ്രവൃത്തിയും കണ്ടിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പലതിനെയും ന്യായവിധിയായിട്ടാണ് കാണുന്നേ, നമ്മൾ പലതിനെയും ദൈവത്തിൻ്റെ കോപമായിട്ടാണ് കാണുന്നേ. നമ്മൾ ദൈവത്തിൻ്റെ പല പ്രവൃത്തിയെയും എന്തോ ദൈവം ചിലതൊക്കെ എനിക്ക് തരാതെ ഹോൾഡ് ചെയ്തേക്കുന്നുള്ള ചിന്തയിൽ നമ്മളിരിക്കുന്നേ. പക്ഷെ ദൈവത്തിനറിയാം ഇതിൽ കൂടുതൽ, ഇതിൽ വലിപ്പമുള്ളത് കൈകാര്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കില്ലെന്നും ചിലതൊക്കെ നമ്മെ ഏൽപ്പിച്ചാൽ നമുക്കുള്ള പറ്റി പോകുമെന്നും തിരിച്ചറിഞ്ഞിട്ട് നമ്മെ കൃപയിൽ നിർത്താൻ ദൈവം തന്നിരിക്കുന്നതും മാത്രമേ എനിക്കുള്ളെന്ന് പറയാൻ. ഉൽപ്പത്തി 3:22 ഈ ആദാമിനെ ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവിടെ കാവലും വെച്ചു. വാട്ട്സ് എ റീസൺ? ദൈവത്തിൻ്റെ കോപം കൊണ്ടോ അതോ അവരുടെ നന്മയ്ക്കായിട്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവർ വീണുപോയ ഇവർ, പാപത്തിലിരിക്കുന്ന ഇവർ എന്നേക്കും ജീവിച്ചിരിക്കത്തക്ക നിലയിൽ ജീവഫലം കഴിച്ചാൽ they have to live the rest of the life in a fallen state. അത് വരരുത്. ഇവർക്കൊരു വീണ്ടെടുപ്പ് വേണം. ദൈവം എന്താ ഉദ്ദേശിച്ചേ? നമ്മുടെ വീണ്ടെടുപ്പാ. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുന്ന, തെറ്റ് ചെയ്തിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുന്ന് വിചാരിച്ച് ദൈവം ചില റെസ്ട്രിക്ഷൻസ്, ചില മതിലുകൾ, ചില ഫെൻസുകൾ, ചില വഴിയടവുകൾ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ദോഷം പ്ലാൻ ചെയ്തല്ല, അതെൻ്റെ നന്മ പ്ലാൻ ചെയ്ത. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏതും എടുത്തു നോക്കിക്കോ. ചില ബാലശിക്ഷകൾ, ചില പെയിൻഫുൾ എക്സ്പീരിയൻസസ്, ചില വഴിയടവുകൾ ദൈവം ചെയ്തത് ദോഷത്തിനല്ല. എൻ്റെ നിത്യജീവൻ പ്ലാൻ ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ നന്മയ്ക്കായി ചെയ്ത പലതും. പക്ഷെ നമ്മളതിനെ എന്താട്ടാ എഴുതിക്കൂട്ടിയേ? അയ്യോ ദൈവസ്നേഹമാണ്. എന്ത് സ്നേഹം? എന്നോട് എന്ത് സ്നേഹം? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ ഈ അവസ്ഥയിൽ ഇടുവോ? ദൈവം വഴി തുറക്കുന്നവനാ, അത് പാടാൻ നല്ല രസമാണ്. പക്ഷെ എന്തു വഴി? നോക്കിയേ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ്. പക്ഷേ സ്റ്റിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ചില കാര്യങ്ങളൊക്കെ ദൈവം തുറന്നു തരാത്ത, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമുക്ക് അർഹതയില്ലാത്ത എത്ര നന്മകളാണ് ദൈവം നമുക്ക് തരുന്നത്. ഇനി ചിലത് തമ്പുരാൻ അടച്ചിട്ടുണ്ടെങ്കിൽ, ചിലത് തമ്പുരാൻ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എൻ്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ലെന്ന് തിരിച്ചറിയാൻ പറ്റിയാലുണ്ടല്ലോ. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പലപ്പോഴും തെറ്റും. ഇതാണ് ആക്ച്വലി ഹവ്വയ്ക്കും പറ്റിപ്പോയത്. അവർക്കൊരിക്കലും ദൈവത്തെ വെറുക്കണം, അല്ലെ ദൈവത്തിൽ നാളെന്ന് തോന്നുന്ന യാതൊരു പ്രശ്നവും, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും അവർക്കുണ്ടായിരുന്നില്ല. ആഹാരത്തിന് ആഹാരം, പാർക്കാൻ സ്ഥലം, കംഫർട്ടബിളായിട്ടുള്ള സ്ഥിതി, നല്ല ആത്മീകം കൊണ്ടുപോകാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ, എപ്പോഴും ദൈവസാന്നിധ്യം, എന്തിനും സംസാരിക്കാനും പറയാനും ചോദിക്കാനും തമ്പുരാൻ കൂടുണ്ട്. അത്രയ്ക്ക് ദൈവം സ്നേഹിക്കുന്നൊരു കുടുംബമായിരുന്നു ആ കുടുംബം. ബട്ട് എക്സാക്ട്ലി ചെറിയ മിസ്റ്റേക്സ് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയത് പൗലോസ് എഴുതി വച്ചേക്കുക, അവരുടെ ഡിവോഷൻ നഷ്ടമായി പോയി. അത് വരല്ലേ എന്ന് ദൈവസഭയോട് പറയുക. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഈ തോട്ടത്തിലുണ്ട്. കഴിച്ചാൽ എന്താ കുഴപ്പം? ദൈവം എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? അതല്ലേ നല്ലേ? നന്മ ഏതാ തിന്മ ഏതാന്ന് അറിയാനുള്ളൊരു ഫലം ഉണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും എത്ര പൈസ കൊടുത്തിട്ടായാലും ഞാൻ വാങ്ങിച്ചു കഴിക്കും. കാരണം എനിക്ക് തിന്മ ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ ഇഷ്ടം നന്മ ചെയ്യാനാ. പിന്നെ ദൈവം എന്തിനാ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നേ? ഇത് നമുക്കെല്ലാവർക്കും തന്നിട്ട് മോനെ നന്മ ഇതാ തിന്മ ഇതാ, അപ്പം ഞാൻ എന്ത് ചെയ്യും? നന്മ മാത്രം ചെയ്തു പോവും.
ദൈവം ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഞാൻ പറയാം. ദൈവം ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിൻ്റെ കാര്യം, നന്മയും നമ്മൾ അറിയണ്ട, തിന്മയും നമ്മൾ അറിയണ്ട. നമുക്ക് എന്തേലും അറിയണമെങ്കിൽ ടോക്ക് ടു ഗാഡ്. നാം അറിയേണ്ട കാര്യം തമ്പുരാനോട് ചോദിച്ച് ചെയ്യാൻ. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇന്ന് നന്മയെന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കാം. അന്ന് നിങ്ങൾ പറയാം അത് ചെയ്യണ്ടായിരുന്നു, അത് തിന്മയായിട്ട് മാറുമോ? നിങ്ങളൊരു ബ്രദറിന് റൈഡ് കൊടുത്തു, ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്നും പേഴ്സണലൈസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ചുമ്മാ എക്സാമ്പിളായിട്ട് നമ്മളത് ഡെയിലി സഭ കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. 1 വർഷത്തോളം റൈഡ് കൊടുത്തു. എല്ലാ ദിവസവും നിങ്ങൾ വളരെ കമ്മിറ്റഡായിട്ട് പോയി അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിചാരിക്കുക. നിങ്ങളതൊരു വലിയ നന്മയായി നിങ്ങൾ മനസ്സിൽ കാണുന്നൊരു കാര്യം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ വണ്ടിയില്ലാത്ത എൻ്റെ ഒരു സഹോദരന് ചെയ്യുന്നു. 1 വർഷമായപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയായി, അദ്ദേഹം വണ്ടി എടുത്തു, വരുന്നു, പോന്നു. നിങ്ങളോടൊരു ഹായ് പോലും പറയാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കൊല്ലം, കൂടുതലൊന്നും വേണ്ട, ഒന്ന് കൈതരാൻ ഈ ബ്രദർ മനസ്സ് കാണിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ ഒന്നും പുറേ നിൽക്കല്ലേ, ഇതിന് റൈഡിനൊന്നും ആർക്കും കൊടുക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം കേട്ടോ, ഞാൻ അതും പറയുന്നില്ല, ഇത് ലൈവ് പോകുന്നില്ലേ. ഓക്കെ, ഇത് ഞാൻ കേൾക്കാറുള്ള കാര്യമാണ്. ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അപ്പം നമുക്ക് ഒരിക്കൽ ചെയ്ത നന്മ പിന്നത് തിന്മ പോലെ തോന്നണം. അതുകൊണ്ട് ആ തമ്പുരാന് അന്നേ അറിയാവുന്നതാ പറഞ്ഞ് ഇതിൻ്റെ ഫലമൊന്നും തിന്നാൻ പോകണ്ട. യു ബെറ്റർ ഇഫ് യു വാണ്ട് ടു നോ സംതിങ്, ഐ എം ഹിയർ, ആസ്ക് മീ. എല്ലാത്തിനും ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഫലം നോ പറഞ്ഞതെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഗുഡ് ആൻഡ് ഈവിളൊക്കെ ഒന്ന് വിട്ടിട്ട് എന്നോട് ദൈവം തരുന്ന ആലോചന പ്രകാരം ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും നമ്മൾ വറി ചെയ്യത്തേയില്ല. വി ഡോണ്ട് കെയർ. ഒരാൾ കൈ തന്നാലെന്താ, കൈ തന്നില്ലേ എന്താ, മൈൻഡ് ചെയ്താലെന്താ, മൈൻഡ് ചെയ്തില്ലേ, ഐ ഡോണ്ട് കെയർ. ദൈവം എന്നോട് പറഞ്ഞു ഈ ബ്രദറിൻ്റെ റൈഡ് കൊടുക്കാൻ, ഞാനത് ചെയ്തു. 1 കൊല്ലത്തോളം ഞാനത് ചെയ്തു. ദൈവം ആ സഹോദരന് മറ്റൊരു വഴി തുറന്നപ്പോൾ ദൈവം അത് സ്റ്റോപ്പ് ചെയ്തു. ആ സന്തോഷം എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ചെയ്ത നന്മയായി നിൽക്കും. കാരണം അത് ദൈവ നിയോഗത്തെ ചെയ്ത, ദൈവം പറഞ്ഞിട്ട് ചെയ്ത. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നന്മ തിരഞ്ഞ് ചെയ്യാൻ ശ്രമിക്കാതെ ദൈവാലോചന ചോദിച്ച് നന്മ കണ്ടെത്തി നോക്ക്. പരാതിയേ ഉണ്ടാവില്ല. ചെയ്യുന്നതൊക്കെ ദൈവത്തിനൊന്നോണം ചെയ്തു നോക്ക്. ചെയ്യുന്നതൊക്കെ എൻ്റെ തമ്പുരാന് വേണ്ടി ചെയ്തു നോക്ക്. പാസക്ക് വേണ്ടിയല്ല, കമ്മിറ്റിക്ക് വേണ്ടിയല്ല, മറ്റൊന്നുമല്ല. ദൈവം എനിക്ക് തന്ന നിയോഗം, ദൈവം എന്നോട് പറഞ്ഞ് ചെയ്യാൻ ഞാനിത് ചെയ്യുന്നു. That's it. It's done. അത്രേ ഉള്ളൂ. ഞാൻ ചർച്ചിന് ദശാംശം കൊടുക്കുന്നു, ഞാൻ പാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നു. ദൈവം എനിക്കന്ന് നിയോഗം ഞാൻ ചെയ്തു. പിന്നെ അതിൻ്റെ പുറകെ നടന്ന് ഞാൻ കൊടുത്തില്ല. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞൊരു ദിവസമുണ്ട്. എന്നറിയോ, എൻ്റെ അപ്പൻ സുവിശേഷ വേല ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ ചർച്ചിൽ ഒരു സഹോദരൻ സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു സെനൻസാ, ഞങ്ങൾ തരുന്ന ദശാംശം എടുത്ത് കഴിച്ചല്ലയോ ജീവിക്കുന്നത്, ഞങ്ങൾ പറയുന്ന കേട്ട് നിൽക്കണോ. When he quoted, he said, every month I am paying 100 rupees. ദൈവമേ, ഒരിക്കൽ പോലും ഈ സുവിശേഷ വേല ചെയ്യാൻ എന്നോട് പറയല്ലേ എന്ന് കരഞ്ഞ ദിവസമാണ് ഞാനന്ന്. കാരണം ഒരു 100 rupees കൊടുത്തിട്ട് വയറ്റിൽ കിടക്കുന്ന ആഹാരം പോലും തിരിച്ചു പോകുന്ന പോലെ വേദനപ്പെട്ടിയ ദിവസമാണ്. ദൈവമക്കളെ, ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദൈവം നിയോഗം തന്നിട്ടുണ്ട്, ദൈവസഭയ്ക്കോ ദൈവദാസനോ കൊടുത്താൽ ഇങ്ങനൊന്നും എഴുന്നേറ്റ് അവരെ വേദനിപ്പിക്കരുത്. ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. ഞാൻ അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായി ദൈവം എന്നെ നിയോഗിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇതാ, ദൈവമേ, എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനല്ലെങ്കിൽ ഇത് നീ എന്നോട് പറയരുത്, ഞാൻ ചെയ്യില്ല. നീ എന്നെ കൊന്നാലും ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ഈ കാനഡയിലോട്ട് വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല. വൈഫിന് ജോലിയുണ്ട്, ഇതുകൊണ്ട് ജീവിക്കണം. ഞാൻ ന്യൂസ് പേപ്പർ ഇടാൻ പോയി. എനിക്ക് സന്തോഷം ഉണ്ടായുള്ളൂ. എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റണം. ഒരു പെനി പോലും
ചർച്ചയിൽ നിന്നോ മറ്റാളിൽ നിന്നോ വാങ്ങുന്നൊരു സുവിശേഷ വേല എൻ്റെ ബലിയ. ഞാൻ വേറെ വാങ്ങിക്കുന്നതിനെ കുറ്റം പറയുമല്ല. നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു സെൻറ്റൻസ് എന്നെ എത്രത്തോളം വ്രണപ്പെടുത്തിയെന്ന് ഞാൻ പറയാൻ വന്ന. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാം എഴുതുമ്പോഴൊക്കെ ഞാൻ കരയുന്ന കരച്ചിൽ ഇതാണ്: ദൈവമേ, ഇതിൻ്റെ വേലയെ ഞാൻ തുടരണമെങ്കിൽ എനിക്ക് എൻ്റെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റണം, ഞാൻ ലൈസൻസ്ഡ് ആകണം, എനിക്ക് ജോലി കിട്ടണം. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേല ഞങ്ങൾ ചെയ്യും. ഈ ഒരു കോംപ്രമൈസ് ദൈവം എനിക്ക് ചെയ്തു തരണം. ആൻഡ് ഹി ഡിഡ്. 3 വർഷം കൊണ്ട് ഞാൻ എക്സാം പാസ്സായി, ലൈസൻസ്ഡായി. എൻ്റെ ഡിസിഷൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നു. ഞാനൊരു കാര്യം പറയാം. ബിക്കോസ് അതൊരു തെറ്റായ തീരുമാനമാണ് ഒരർത്ഥത്തിൽ. ചിലപ്പോഴൊക്കെ ഇതൊരു നീളമായിട്ട് മനസ്സിൽ വരാറുണ്ട്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ചിലപ്പോഴും ഞാൻ ഈ സെൻറ്റൻസ് ഉപയോഗിക്കാറുണ്ട്: വിച്ച് ഈസ് റോങ്. ഐ നോ ഇറ്റ്സ് റോങ്. പക്ഷേ ഇതെൻ്റെ ഹൃദയത്തിലുണ്ടാക്കിയ വ്രണത്തിൻ്റെ, വേദനയുടെ ആഫ്റ്റർ എഫക്റ്റാണ്. വി ഷുഡ് നോട്ട് ഹാപ്പൻ. ദൈവസഭയിൽ ഒരിക്കലും ദൈവമക്കൾ ചെയ്യരുത്. കൊടുക്കുന്നെങ്കിൽ കർത്താവിന് നോണം കൊടുക്കണം, ഇല്ലേ കൊടുക്കില്ല. ഡോണ്ട് ഡു ദാറ്റ്. അതെപ്പോഴും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ 2-3 കാര്യങ്ങളാണ് ഹവ്വയ്ക്ക് പറ്റിയത്. ഈ പറ്റല് കോൺസിക്വൻസസ് ഒന്ന് ചിന്തിച്ചു പോയിക്കേ. ഷീ ലോസ് എ ഡിവോഷൻ. അവളുടെ ആത്മീയ ജീവിതം എല്ലാം തകർന്നു പോകുന്ന ഒരു തലമുറയ്ക്ക് എല്ലാം കാരണമായി ഭവിച്ചു. ഇനി ഈ ഭാഗത്തേക്ക് വന്നേ. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു വേഗത്തിൽ ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇൻ റിയാലിറ്റി നമ്മൾ ബൈബിളിലെ കുറേ എക്സാമ്പിൾസ് എടുത്തു പോയി. കുറേ എക്സാമ്പിൾസ്. അതിൽ ഒരു ഉദാഹരണമാണ് ബെഥാനിയയിലൊരു വീട്ടിൽ ഫീസ്റ്റ് നടക്കാം, ഒരു വിരുന്ന് നടക്കുക. കുറേ പേരുണ്ടാകാം. യേശു അവിടെ ഉണ്ട്, കുറേ പേരുണ്ട്. മാർത്ത ഭയങ്കര തിരക്ക് പിടിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. ഒരാൾ മറിയ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുക. ആ വീട്ടിൽ അത്രയും ബിസി സിറ്റുവേഷൻ ഉള്ളപ്പോഴും ഷീ പ്രിഫർ ഗോഡ്സ് വേർഡ് ആൻഡ് ഗോഡ്സ് പ്രസൻസ് ആസ് എ പ്രയോറിറ്റി. ഒന്ന് ചോദിക്കേ, അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലായിരിക്കും ചിന്തിച്ച് ചോദിക്കുക. ഇവിടെ നമ്മൾ അടുത്ത ആഴ്ച ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ആഴ്ച ചർച്ചിലെ എല്ലാ മീറ്റിങ്ങും മുടക്കുന്നതിൻ്റെ റീസൺ അതാവും. ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്നുണ്ട്, അവർ 2-3 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ പ്രേരണ ഞാനില്ല. നാളെ സഭായത്തിന് കത്രിമേശ ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ ആഴ്ച ഞങ്ങളെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം, അത് പാസ്സൊക്കെയുള്ള കോളാണ്, അത് എനിക്ക് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദിസ് എ തിങ്. ദൈവ സാന്നിധ്യത്തെക്കാൾ നമുക്ക് വലുത് വിരുന്നാണ്. സുവിശേഷൻ അത് കോട്ട് ചെയ്ത് ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുക, അന്നത്തെ കാലത്ത് വീട്ടിലെ തിരക്കിനേക്കാളും വിരുന്നുകാരെക്കാളും പ്രിപ്പറേഷനേക്കാളും ദൈവ സാന്നിധ്യത്തിനും ദൈവം പറയുന്നത് കേൾക്കുന്നതും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നവർ ദൈവ സഭയ്ക്കകത്തുണ്ടായിരുന്നു. We lost it. ഒരിക്കലൊരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരും മറിയെന്ന, മറ്റൊരു വീട്ടിൽ വിരുന്ന് കിടക്കുമ്പോൾ ഒരു ഭരണി എണ്ണ കൊണ്ടിയെന്ന് അവൻ്റെ കാലേ പുരട്ടിയ രംഗം സുവിശേഷത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരും സഭയ്ക്കകത്തുണ്ടായിരുന്നു. എങ്ങനെയുള്ളവരാണെന്നറിയോ? ആ സ്ത്രീയെക്കുറിച്ച് കർത്താവ് ആ വീട്ടുകാരനോട് പറഞ്ഞത് ഇങ്ങനെ: അധികം ഇളച്ചു കിട്ടിയവർ അധികം നന്ദി കാണിക്കും. ഏതാ? അങ്ങനെ നമുക്ക് എത്ര ഇളച്ചു കിട്ടി? നമ്മൾ കഴിയുന്നതും 50 പിടിക്കും. 500 ഇളച്ചു കിട്ടിയവരും 50 നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ തമ്പുരാൻ പറയുക, 500 ഇളച്ചു കിട്ടിയ ചിലരൊക്കെ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അവരുടെ നന്ദി പ്രകടനം ആരാധനയിൽ ദൈവത്തിന് സ്തോത്രം വെളിപ്പെട്ട് വന്നിരുന്നു. അങ്ങനെയുള്ള അനുഭവമൊക്കെ പോയില്ലേ സഭയ്ക്കകത്തുനിന്ന്? ഇന്ന് 500 ഇളച്ചു കിട്ടിയതിൻ്റെ ആരാധനയാണോ നമ്മൾ ഇന്ന് വെളിപ്പെടുത്തിയേ? ഇനി 50, 49 നിൽക്കല്ലേ?
ഞാൻ ഒരു കാര്യം പറയാം, പൗലോസ് പേടിച്ചൊരു കാര്യം, 500 ഇളച്ചു കിട്ടിയവർ ഇന്ന് സഭയ്ക്കകത്തുണ്ട്. പക്ഷെ അതിൻ്റെ യാതൊരുവിധ ലക്ഷണവും അവിടെ ആരാധന കാണുന്നില്ല. മറിയമാർ സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു. ചിലരെങ്കിലും ദൈവസന്നിധി വരുമ്പോൾ, ദൈവസാന്നിധ്യത്തിൽ വരുമ്പോൾ, എനിക്ക് ദൈവം 500 ഇളച്ച് തന്നതാ. ഇവിടെ ഇരിക്കുന്ന ആരാധിച്ചാലും ആരാധിച്ചില്ലേലും, ആര് കൈയടിച്ചാലും കൈയടിച്ചില്ലേലും, ആര് സ്തോത്രം പറഞ്ഞാലും ഇല്ലേലും, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീക വർധനയ്ക്കുള്ളത് ഞാൻ ചെയ്തേ പറ്റൂ. എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് കൊണ്ടുവന്നത് തമ്പുരാന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കരുതി കൊണ്ടുവന്നത് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് കൊടുക്കാതെ പോകാൻ പറ്റില്ല. I don't worry about the comments. മറ്റാരെന്താ അഭിപ്രായം പറയുന്നു എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ മനസ്സിൽ കൂടെ എന്ത് പോകുന്നെന്ന്, പത്രോസ് എന്ത് ചിന്തിക്കുന്നെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസേണേ അല്ല. എനിക്കൊരു നിയോഗമുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഭക്തി കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് വെളിപ്പെടുത്താൻ പറ്റിയ സ്ഥലം വർഷിപ്പിലാണ്. ഒരാരാധനയെപ്പോലും അത് വെളിപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്ര വെളിപ്പെടുമെന്ന് ഞാൻ പറയുന്നത്? നമുക്ക് അല്പമെങ്കിലും ഇമോഷനും ഒക്കെ ഇൻവോൾവ് ആയി വരും നമ്മുടെ ആരാധനയിലാണ്. അതിലെങ്കിലും നമുക്കത് വെളിപ്പെടുത്താൻ പറ്റണ്ടേ? ദൈവത്തോടുള്ള നന്ദി വെളിപ്പെടുത്താൻ പറ്റണ്ടേ? ദൈവത്തിന് സ്തോത്രം. നന്ദി പറഞ്ഞില്ലേലെന്നാ, ദൈവത്തിന് അറിയാമല്ലോ എൻ്റെ മനസ്സ്. ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു വൺ തിങ്. 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കി. അവർക്ക് റൈറ്റ് അവേ ഹീലിംഗ് ഒന്നും ആയിരുന്നില്ല. ദേ വർ റണ്ണിങ്. On their way they noticed that they got healed. ഒരാൾ തിരിച്ചു വന്നു. ദൈവം ആ തിരിച്ചു വന്ന ആളോട് പറഞ്ഞത്, ഓ നീ മടങ്ങി വന്നു, കൊള്ളാം, നീ നല്ല മനുഷ്യൻ, അങ്ങനെ നല്ല പറഞ്ഞു. വേർ ആർ ദ 9? നിങ്ങൾ 10 പേരല്ലായിരുന്നോ? ബാക്കി 9 പേര് എവിടെയെന്ന കർത്താവ് ആദ്യം ചോദിച്ചു. നന്ദിയില്ലായ്മ സ്വർഗം അഡ്രസ് ചെയ്ത ബെസ്റ്റ് എക്സാമ്പിൾ അത്. തമ്പുരാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഏതാണെന്നറിയാമോ? 500 ഇളച്ചേൻ്റെ ആരാധന. ഇന്ന് പകലും ദൈവം അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. അവൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയാതെ അറിയാവുന്ന ദൈവമക്കളല്ലേ ഇവിടെ. ഇന്ന് തമ്പുരാൻ ഈ ആരാധനയ്ക്കകത്ത് വരുമ്പോഴും നമ്മുടെ ഇന്നലകളെ ഓർത്തിട്ട്, ദൈവം നടത്തിയ വഴികളെ ഓർത്തിട്ട്, ദൈവം തന്ന സൗഖ്യത്തെ ഓർത്തിട്ട്, ദൈവം തന്ന ഉയർച്ചയെ ഓർത്തിട്ട്, ദൈവം തന്ന കൃപയെ ഓർത്തിട്ട്, ദൈവം നിലനിർത്തിയ ദൈവത്തിൻ്റെ വഴികളെ ഓർത്തിട്ട് നന്ദി പറയേണ്ട ദൈവമക്കൾ ഇന്നും ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും അതൊന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ സ്വർഗ്ഗം ചോദിക്കുന്ന ചോദ്യം, Did I not heal 9? Did I not heal 10? Where are the rest? ആ ചോദ്യത്തിന് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ഉത്തരം പറയേണ്ടി വരും. ദർ ആർ സോ മെനി അതർ എക്സാമ്പിൾസ്. എൻ്റെ സമയമാകുമ്പോൾ നിർത്താം, 1 മിനിറ്റോട് നിർത്താം. നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തു. സ്തേഫാനോസിനെ എടുത്തു. ആ മനുഷ്യന് ദൈവസഭയിലെ റോള് ഫുഡ് വിളമ്പലായിരുന്നു. വേറെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായില്ല. നിയോഗിച്ചു കൊടുത്ത ഉത്തരവാദിത്തത്തെ വിശ്വസ്തയോടെ ചെയ്തത് നിമിത്തം, തനിക്ക് കൊടുത്ത ഉത്തരവാദിത്തം നിന്നുകൊണ്ട് ദൈവത്തിന് സാക്ഷിയായത് നിമിത്തം, പ്രസംഗിച്ചവരപ്പുറത്തിപ്പോണ്ട്, പാടിയവരപ്പുറത്തിപ്പോണ്ട്, ഫുഡ് വിളമ്പിയവൻ എറിയുകൊണ്ട് മരിക്കുക. ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്നതെന്താണെന്നറിയാമോ? ഇവർക്കറിയാത്തതുകൊണ്ട് അവരിതൊക്കെ ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. പക്ഷെ എനിക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുക. ഇങ്ങനെയുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. സഭയുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കിയേ. ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തനാകാൻ അതിന് കല്ലേറുകൊണ്ട് മരിക്കേണ്ടി വന്നാലും എറിയുന്നവരോട് എനിക്ക് പകയില്ല. എൻ്റെ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നൊരു സ്വർഗമുണ്ടെന്ന് പറയുന്ന സ്തേഫാനോസിനെ അല്ലേ ദൈവസഭയ്ക്ക് ആവശ്യം? ഇഷ്ടം പോലെ എക്സാമ്പിൾ നിങ്ങൾ എടുത്തോ. 12 മണിയായി എൻ്റെ സമയം അവസാനിക്കുക. ശദ്രക്, മേശക്, അബേദ്നെഗോ 3 സഹോദരന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപന നിമിത്തം മുൻപിൽ തീച്ചൂള എരിയുമ്പോൾ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വാസത്തിനു വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്ന 3 ഭക്തന്മാരെ ദൈവമക്കൾ കാണുകയാണ്.
തീച്ചൂളർ നടുവിൽ ഇറങ്ങി വരുന്ന യേശുവിൻ്റെ സാന്നിധ്യവും അങ്ങനെയുള്ളവരെ അല്ലേ ദൈവസഭയ്ക്കുന്ന ആവശ്യം. നമ്മളോ എത്രത്തോളം കമ്മിറ്റഡാണ്? വി ആർ ലൂസിങ് അവർ സിംപ്ലിസിറ്റി, വി ആർ ലൂസിങ് അവർ ഡിവോഷൻ. പൗലോസ് പറയുക, ഇത് ഭയങ്കര അപകടമാണ്. ഇതിൻ്റെ അപകടം ഹവ്വയ്ക്ക് സംഭവിച്ച അപകടമാണ്. എന്താ സംഭവിച്ച അപകടം എന്നറിയാമോ? യു ആർ ലൂസിങ് ഓൺ ബൈ വൺ. നിങ്ങളറിയാതെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവം തന്ന പല പ്രിവിലേജസും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ പതുക്കെ അറിയൂ. ദാറ്റ്സ് പ്രോബ്ലം. വലിയ വീട് വാങ്ങിക്കുമ്പോൾ ഡോണ്ട് ലൂസ് യുവർ സിംപ്ലിസിറ്റി. എൻ്റെ വീട് അഴുക്കായി പോവും, ഇവരെല്ലാം കൂടെ വന്ന് ചവിട്ടിത്തേച്ചാൽ കൗച്ച് കേടാവും, എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വേണം എന്നൊക്കെ പറയുന്നത്. പ്രാർത്ഥന വീടുകളിൽ വെച്ചാലും വെച്ചില്ലെങ്കിൽ ഇന്നത്തെ പ്രാക്ടിക്കലല്ല ഇതൊന്നും. ഞാൻ പറഞ്ഞത് മനോഭാവത്തിൻ്റെ കാര്യമാണ്. വീട് അഴുക്കാവുമെന്ന് ഓർത്തിട്ട് പ്രയർ വെക്കാതിരിക്കുന്നത് നമ്മുടെ മനോഭാവത്തിൽ വന്ന വീഴ്ചയാണത്. പ്രയർ വെക്കാൻ അവസരമുണ്ടെങ്കിൽ വെച്ചില്ല, ദാറ്റ്സ് ഓക്കെ. ബട്ട് ദ തിങ് ഈസ് നമ്മൾ ഞാനിതൊക്കെ കേട്ടിട്ടുള്ള സെൻറ്റൻസുകളാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ജസ്റ്റ് ഇടയ്ക്ക് വരുന്നത്. നോ, കൂടുതൽ താഴ്മയുള്ളവരാകാൻ പറ്റണം, കൂടുതൽ ഭക്തിയുള്ളവരാകാൻ പറ്റണം. ഒരു നിമിഷം ഇവിടെ കണ്ണുകളെ ഒന്ന് അടച്ച്. സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഉയർച്ചകൾ ദൈവം തരുമ്പോൾ, നന്മ ദൈവം തരുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത വഴികൾ ദൈവം തുറന്നു വരുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചോണം. കർത്താവേ, ഇത് രണ്ടും കൈവിട്ടുപോലെ എൻ്റെ സിംപ്ലിസിറ്റിയും എൻ്റെ ഡിവോഷനും എനിക്ക് നഷ്ടപ്പെട്ടു പോകല്ല. അതെനിക്ക് നഷ്ടമായി പോയാൽ എനിക്കതേ കാലത്തേക്കുമുള്ള നഷ്ടമാണ്. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഈ ദൈവസഭ തുടങ്ങിയ ദിവസത്തെ നമ്മുടെ സമർപ്പണവും എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വർഷമായപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ സമർപ്പണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ that's not nice, that's not good. ഞാൻ ഈ പട്ടണത്തിൽ വന്ന നാൾ മുതൽ ചിന്തിച്ചു നോക്കിയാൽ കയറി പാർക്കാൻ ഒരു വീടിന് പോലും സാധ്യതയില്ലാത്ത സാഹചര്യമായിരുന്നു എൻ്റെ. ഞാൻ പലപ്പോഴും എന്നെ തന്നെ തിരിഞ്ഞ് ചിന്തിച്ച് ഓർത്തിട്ടുണ്ട്. പാഴ്സനേജുകളിൽ താമസിച്ചും കണ്ണുനീരൊഴുക്കിയും വേദനപ്പെട്ടും ഒക്കെ ജീവിച്ച കാലം, ഒരു സൈക്കിളിന് വേണ്ടി കൊതിച്ച കാലം, ഒരു നല്ല വസ്ത്രത്തിന് വേണ്ടി കൊതിച്ച കാലം. പക്ഷെ ദൈവം ആ സ്ഥിതിക്കൊക്കെ ഭേദം വരുത്തി. ഇന്ന് നല്ല നല്ല ഭവനങ്ങൾ, വാഹനങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം തന്നപ്പോൾ വാട്ട് ഐ ലോസ്റ്റ് ഈസ് മൈ സിംപ്ലിസിറ്റി ആൻഡ് മൈ ഡിവോഷൻ ടു ക്രൈസ്റ്റ്. അങ്ങനെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് എനിക്ക് കുറവ് വന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? മേ ബി ഈ പകൽ ഞാനിവിടെ വന്നത് നിങ്ങളോടിത് വിളിച്ചു പറയാൻ ദൈവം നൽകിയൊരു നിയോഗത്തിൽ നിന്നായിരിക്കാം. ഇതൊരു ദൈവാലോചനയായി, നിങ്ങളോടുള്ള ദൈവാലോചനയായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച്. പ്രിയ സഹോദരങ്ങൾ, ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദൈവമക്കൾക്ക്? പ്ലീസ്. പക്ഷെ നിങ്ങൾ ദൈവത്തിന് എഴുന്നേറ്റിരിക്കുമ്പോൾ ഇതൊരു ചടങ്ങ് പോലെ ആകരുത്. പ്ലീസ്, നിങ്ങളുടെ പുറമേയുള്ള കണ്ണ് അടഞ്ഞിരിക്കട്ടെ. പ്ലീസ് ക്ലോസ് യുവർ ഐസ് ഫോർ എ മൊമെന്റ്. നിങ്ങളുടെ കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു, കർത്താവേ, ഇത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പണ്ടത്തെ എളിമയും താഴ്മയും വിനയവും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിഗളം വന്നിട്ടുണ്ടെങ്കിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ടുള്ള സ്നേഹത്തിനും ഭക്തിക്കും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കർത്താവേ
ഇന്ന് പകല് ഞാൻ അങ്ങയുടെ മുൻപാകെ നിൽക്കുമ്പോൾ എൻ്റെ ആ പഴയ അനുഭവത്തിലേക്ക്, എൻ്റെ നിയോഗത്തിലേക്ക്, എൻ്റെ താഴ്മയിലേക്ക്, എൻ്റെ എളിമയിലേക്ക്, എൻ്റെ ഭക്തിയിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസഭയോട്, ദൈവദാസനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. കാര്യങ്ങളെ തട്ടി ഹല്ലേലൂയ, പ്രൈസ്. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി. ഹല്ലേലൂയ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദകടലാകും. ഓ ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും, കൃപയൊന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും, കൃപയൊന്നാശ്രയമാ. കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപമേ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ഓ എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും. ആമേൻ. കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും. ഹല്ലേലൂയ, പ്രൈസ് ആമേൻ. ഓ എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിയൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. ഓ പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിമേലും. ഹല്ലേലൂയ. ആമേൻ. ഓ ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക് യേശുവേ. ഓ ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ഓ ആരാധന. ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ആമേൻ. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്. ആമേൻ.
செய்வான் வாக்குத்தம் போலே அவன் ஆராதனா ஆராதனா அங்கே ஹalleluya ஆராதனா அங்கே ஹalleluya ஓ ஆராதனா ஆராதனா அங்கே சக்தியோட ஓ ஆராதனா அங்கே ஆராதனா அங்கே ஓ ஆராதனா ஹalleluya praise ஆராதனா அங்கே ஆமென் ஆராதனா அங்கே ஹalleluya Shagaraje, Udaram Shagaram Thagaram Shagari Vanavana Judamaraja Shagaraja, Udaram Shagaram Thagaraja, Judamara Shaduram Shagaraja, Judamaraja, Oh Shagaram Shagaram Thagaraja, Judamaraja, Shagaram Shagaram Hallelujah, hallelujah, രക്തത്താൽ ജയമെടുക്കുന്നു.